വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. കുവൈറ്റിലേക്കും ബഹ്റൈനിലേക്കും മിസൈൽ ഡ്രോൺ ആക്രമണവുമായി ഇറാൻ. പകരം ഇറാനിലെ ഖേഷം ദ്വീപ് US ആക്രമിച്ചു എന്ന സുപ്രധാനമായ വിവരം കൂടി പുറത്തുവരികയാണ്. ഇറാന്റെ നിരവധി മിസൈലുകളും ഡ്രോണുകളും US തകർത്തു. സമാധാന ചർച്ചകൾ സ്തംഭിച്ചുവെന്ന മാധ്യമ വാർത്തകൾ തെറ്റാണെന്ന് ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചു. ഇതിനിടെ US-ൽ ഇസ്രായേൽ ലബനൻ നയതന്ത്ര ചർച്ചകൾ അവസാനിച്ചു. അടുത്ത റൗണ്ട് ചർച്ച നാളെ ആരംഭിക്കുമെന്നാണ് വിവരം. അജയ് സുധാ ബിജു തുടരുന്നുണ്ട്. അജയ്, ഇപ്പോൾ നേരത്തെ നമ്മൾ സംസാരിച്ചപ്പോൾ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് സമാധാന ചർച്ചകൾ ഒരു സ്ഥലത്ത് പുരോഗമിക്കുന്നുണ്ട്, പക്ഷേ ആക്രമണങ്ങൾ പരസ്പരം പ്രത്യാക്രമണങ്ങൾ തുടരുന്നു. അതിലൊന്ന് കുവൈറ്റിലും മറ്റുമുള്ള ആക്രമണമാണ്. നമുക്കറിയാം, അമേരിക്കയുടെ സൈനിക താവളങ്ങൾ സ്ഥിതി ചെയ്യുന്ന നിരവധി ഗൾഫ് രാജ്യങ്ങളുണ്ട്. അവരൊക്കെ ഭീതിയിലാണ്. കുവൈറ്റും ബഹ്റിനുമൊക്കെ നേരത്തെയും ഈ ആക്രമണങ്ങളുടെ തിക്തഫലങ്ങൾ അനുഭവിച്ച രാജ്യങ്ങളാണ്. തീർച്ചയായിട്ടും ഇപ്പോൾ ഗൾഫ് മേഖലയിലേക്ക് ഇറാൻ തങ്ങളുടെ ആക്രമണം ശക്തമാക്കിയിരിക്കുകയാണ്. ഇറാന്റെ പുറത്തുള്ള ദ്വീപിലേക്കും ഇപ്പോൾ US-ന്റെ ശക്തമായിട്ടുള്ള ആക്രമണമുണ്ട്. ഇപ്പോൾ US-ന്റെ 5th ഫ്ലീറ്റിന്റെ ആസ്ഥാനം ലക്ഷ്യമാക്കിയാണ് ബഹ്റൈനിലേക്കുള്ള ആക്രമണം നടന്നത്. കുവൈറ്റിന്റെ നിരവധി ജനവാസ മേഖലകൾ കേന്ദ്രീകരിച്ചും മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. കുവൈറ്റിലേക്ക് 2ഉം അതുപോലെ തന്നെ ബഹ്റൈനിലേക്ക് 3ഉം മിസൈലുകളാണ് ഇറാൻ തൊടുത്തുവിട്ടിട്ടുള്ളത്. എന്നാൽ ഇവ ലക്ഷ്യസ്ഥാനം കാണുന്നതിന് മുൻപ് തന്നെ US-ഉം അതുപോലെ തന്നെ മറ്റ് ഈ ഗൾഫ് നാടുകളും കൂടി സംയുക്തമായി ഇവയെ നശിപ്പിക്കുകയായിരുന്നു. കുവൈറ്റിൻ്റെയും അതുപോലെ ബഹ്റൈൻ്റെ പ്രതിരോധ മന്ത്രാലയങ്ങളും ഇത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈ ആക്രമണങ്ങൾക്ക് തിരിച്ചടിയായിട്ട് ഖേഷം ദ്വീപിലേക്ക് US ആക്രമണം നടത്തുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് US-ന്റെ സെൻട്രൽ കമാൻഡ് വ്യക്തമാക്കുന്നത്. US സെൻട്രൽ കമാൻഡ് നൽകുന്ന വിശദീകരണം എന്ന് പറയുന്നത് ഇറാൻ ആദ്യം ഈ നിരവധി ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുകയുണ്ടായി. അതുപോലെ ഹോർമുസ് കടലിടുക്കിലൂടെ കടന്നുപോയ ചില കപ്പലുകൾക്ക് നേരെയും ആക്രമണം നടത്തി. ഇതിൻ്റെ പ്രത്യാക്രമണമായിട്ടാണ് US ഖേഷം ദ്വീപിലേക്ക് ആക്രമണം നടത്തിയതെന്നാണ് ഇപ്പോൾ US സെൻട്രൽ കമാൻഡ് പറയുന്നത്. എന്നാൽ ഇറാൻ പറയുന്നത് മറ്റൊന്നാണ്. ഇറാൻ പറയുന്നത് ഈ ഖേഷം ദ്വീപിലേക്ക് US ആദ്യം ആക്രമണം നടത്തുകയായിരുന്നു. അതിന് തിരിച്ചടിയായിട്ടാണ് ഇറാൻ US-ന്റെ സൈനിക താവളങ്ങൾ ലക്ഷ്യമാക്കി ബഹ്റൈനിലേക്കും അതുപോലെ കുവൈറ്റിലേക്കും ആക്രമണം നടത്തിയതെന്നാണ് ഇപ്പോൾ IRGC ആണെങ്കിലും അതുപോലെ ഇറാന്റെ മറ്റ് സൈനിക ഉദ്യോഗസ്ഥരാണെങ്കിലും വ്യക്തമാക്കുന്ന ഒരു കാര്യം. അങ്ങനെ ഇരുവരും പരസ്പരം പഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നിലയാണ് നിലവിൽ നമുക്ക് ഈ വിഷയത്തിൽ കാണാനാകുന്നത്. ഇതിൽ കൃത്യമായിട്ടുള്ള ഒരു കാര്യം, ഒരു ആക്ഷൻ എവിടെ നിന്നാണ് ഉണ്ടായതെന്ന് നമുക്ക് ഇനിയും വ്യക്തമായിട്ടില്ല. എന്തായാലും കുവൈറ്റിലടക്കം നല്ല ശക്തമായിട്ടുള്ള ഡ്രോൺ ആക്രമണവും മിസൈൽ ആക്രമണവുമാണ് കാണാനായത്. അതിന്റെ ദൃശ്യങ്ങൾ ഇതിനോടകം തന്നെ നമുക്ക് ദൃശ്യങ്ങളൊന്ന് കാണാം. അജയ്, മിസൈലുകൾ കുതിച്ചെത്തുന്ന ദൃശ്യങ്ങൾ കാണാം. ഇതാണ് കുവൈറ്റിനെയും ഒപ്പം ബഹ്റിനെയും ഒക്കെ ഭീതിപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ. ഇതാണ് സമീപ ദിവസങ്ങളിൽ ഒക്കെ ഇതിനൊരു ശമനം വന്നൊരു പശ്ചാത്തലമുണ്ടായിരുന്നു. ഈ വെടിനിർത്തലൊക്കെ വന്നതിന് ശേഷം സമാധാന ചർച്ചകൾ പുരോഗമിക്കുകയാണ്. ഇപ്പോൾ വീണ്ടും സജീവമാവുകയാണ് പശ്ചിമേഷ്യ എന്ന് വേണം കരുതാൻ. ഒരു തരത്തിലും അനുരഞ്ജനമില്ല. ഹോർമുസിന്റെ കാര്യത്തിൽ വ്യക്തതയില്ല. ഇപ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിക്കുക എന്ന് പറയുമ്പോൾ വീണ്ടും പ്രതിസന്ധി രൂക്ഷമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇതിനിടയിൽ അജയ്, ക്രൂഡ് ഓയിൽ വിലയിലും വർധന ഉണ്ടാവുകയാണ്. സംഘർഷം ഇങ്ങനെ തുടരുകയാണെങ്കിൽ നമ്മളെപ്പോലെയുള്ള രാജ്യങ്ങളാണ് ഏറ്റവും കൂടുതൽ സഫർ ചെയ്യേണ്ടി വരിക. തീർച്ചയായിട്ടും ക്രൂഡ് ഓയിൽ വിലയിൽ ഇപ്പോൾ നിലവിൽ 1.09% ഉയർച്ചയാണ് നിലവിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അങ്ങനെ ക്രൂഡ് ഓയിൽ വില ഇപ്പോൾ നിലവിൽ ഉയർന്ന് $97.05 പെർ ബാരൽ എന്നുള്ള നിലയിലേക്ക് എത്തിയിരിക്കുന്നു. അതായത് $100 ക്രൂഡ് ഓയിൽ വില വീണ്ടും എത്തിയിരിക്കുന്നു. മുൻപ് സമാധാന ചർച്ചകൾ നടക്കുന്ന US-ഉം ഇറാനും തമ്മിൽ സമാധാന ചർച്ചകൾ ആരംഭിച്ച ഘട്ടത്തിൽ ക്രൂഡ് ഓയിൽ വില ഏതാണ്ട് 90 വരെയൊക്കെ താഴുന്ന സ്ഥിതിയുണ്ടായിരുന്നു. ഇപ്പോൾ അത് വീണ്ടും
ഈ സംഘർഷം ആരംഭിച്ച ഘട്ടത്തിൽ വീണ്ടും അത് മുകളിലേക്ക് ഉയർന്നു പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാനാകുന്നത്. ഈ ചർച്ചയുടെ കാര്യം നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ അതിലും കൃത്യമായിട്ടുള്ള ഒരു തീരുമാനമൊന്നും ഉണ്ടായിട്ടില്ല. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നിലവിൽ US-ന്റെയും ഇറാനും തമ്മിലുള്ള സമാധാന ചർച്ചകൾ സ്തംഭിച്ചു എന്നുള്ള വാർത്ത നിഷേധിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ്. അദ്ദേഹം പറയുന്നത് ഇറാനുമായി നിരന്തരം ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, എല്ലാ ദിവസവും അവരുമായി സംസാരിക്കാറുണ്ട്. ഇപ്പോൾ താൻ കർശനമായി ഇറാന് നിർദ്ദേശം നൽകിയിരിക്കുന്നു. അതായത് ഇറാൻ എത്രയും വേഗം ഒരു സമാധാന കരാറിലെത്തണം. അവർ കഴിഞ്ഞ 47 വർഷമായി ഇതേ കാര്യം ഉന്നയിച്ചുകൊണ്ട് ഈ വിഷയം നീട്ടിക്കൊണ്ടു പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇപ്പോൾ അതിനാവില്ല, എത്രയും വേഗം ഒരു സമാധാന കരാറിൽ എത്തിച്ചേരണമെന്ന് കർശനമായി തന്നെ താൻ പറഞ്ഞുവെന്നാണ് നിലവിൽ ട്രംപ് ഈ വാർത്തകളെ നിഷേധിച്ചുകൊണ്ട് വ്യക്തമാക്കിയിരിക്കുന്നത്. അതേസമയം തന്നെ ആക്രമണങ്ങളും ഒരു പശ്ചാത്തലത്തിൽ അതേസമയം തന്നെ നടന്നുകൊണ്ടിരിക്കുന്നു എന്നതാണ് ഈ ചർച്ചകളിലെ ഒരു വൈരുദ്ധ്യം എന്ന് പറയുന്നത്. അജയ് സുധാബിജു വിവരങ്ങൾ പങ്കുവെക്കുന്നു. അജയ് തുടരുക. ഏതായാലും നമുക്കറിയാം ഇസ്രായേലും അമേരിക്കയും തമ്മിലുള്ള പല വിധത്തിലുള്ള ചർച്ചകളിൽ പ്രധാന വിഷയം ഹിസ്ബുള്ള ലെബനൻ ആക്രമണം തന്നെയാണ്. ലെബനൻ ആക്രമണം ഇസ്രായേൽ നിർത്തിവെച്ചു എന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ തുടർച്ചയായി ഡൊണാൾഡ് ട്രംപ് പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഇത് പൂർണ്ണമായും നിഷേധിക്കുകയാണ് ബെഞ്ചമിൻ നെതന്യാഹു എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതായത് താൽക്കാലിക വെടിനിർത്തൽ എന്ന് ട്രംപ് പറയുമ്പോൾ ഒരു ധാരണയും ഇക്കാര്യത്തിൽ ഉണ്ടാവില്ല എന്നാണ് ഇപ്പോൾ നെതന്യാഹു വ്യക്തമാക്കുന്നത്. ഔദ്യോഗികമായി ട്രംപിന്റെ വാദങ്ങളെ സ്ഥിരീകരിക്കാൻ ഇസ്രായേൽ തയ്യാറാകുന്നില്ല എന്നുള്ളത് വലിയ പ്രതിസന്ധിയായി മാറുന്നതിന് പശ്ചാത്തലം ഉണ്ടാവുകയാണ്. അതായത് ഈ യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകണം, ഇറാനെ ആക്രമിക്കണമെന്നും ലെബനെ ആക്രമിക്കണമെന്നും കടുംപിടുത്തം പിടിക്കുന്നത് ബെഞ്ചമിൻ നെതന്യാഹു ആണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ശത്രുക്കൾക്ക് ശക്തമായ മുന്നറിയിപ്പ് നൽകുന്നു. താൻ നെതന്യാഹുവുമായും ഹിസ്ബുള്ള പ്രതിനിധികളുമായും ചർച്ച നടത്തി ഇരുവിഭാഗം ആക്രമണം നിർത്താൻ ധാരണയായെന്നും ട്രംപ് പറയുകയും ട്രൂത്ത് സോഷ്യൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. പക്ഷേ ബെയ്റൂട്ടിൽ ആസൂത്രണം ചെയ്ത സൈനിക നടപടിയിൽ നിന്ന് അല്പം പോലും പിന്മാറിയിട്ടില്ല എന്നും തിരിച്ചുള്ള ആക്രമണങ്ങൾ നിർത്തണമെന്നും ഹിസ്ബുള്ള നിർത്തണമെന്നും മറ്റുമാണ് ഇപ്പോൾ ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു വെക്കുന്നത്. ഔദ്യോഗിക വെടിനിർത്തൽ എന്ന രീതിയിൽ വാർത്തകളൊന്നും നെതന്യാഹു മുന്നോട്ട് വെക്കുന്നില്ല എന്നുള്ളത് നിർണായകമായി മാറുകയാണ്. അജയ് സുധാ ബിജു, നെതന്യാഹുവിൻ്റെ കടുപിടുത്തം തന്നെയാണല്ലോ ഇപ്പോൾ പ്രധാന പ്രശ്നം. ട്രംപിന് യുദ്ധം അവസാനിപ്പിക്കണമെന്നുണ്ട്. അതിൽ ഇറാൻ മുന്നോട്ട് വെക്കുന്ന പ്രധാന വാദം ലെബനെ ആക്രമിക്കരുത്, ഹിസ്ബുള്ളയെ ആക്രമിക്കരുത് എന്നാണ്. പക്ഷെ അതിൽ നിന്ന് കടുകിട പോലും പിറകോട്ടില്ല ട്രംപ് പറഞ്ഞിട്ടും നെതന്യാഹു എന്നുള്ളതാണല്ലോ പ്രധാനം. തീർച്ചയായിട്ടും ഇപ്പോൾ അവസാനമായി ഇറാൻ US-ന് മുന്നോട്ട് വെച്ചിട്ടുള്ള ഫൈനൽ ഡ്രാഫ്റ്റിലാണെങ്കിലും ഈ സമാധാന ചർച്ചകളുടെ ഭാഗമായി ഇറാൻ പറയുന്നത് ലെബനിലുള്ള ഇസ്രായേൽ ആക്രമണം അവസാനിപ്പിക്കണം, എന്നാൽ മാത്രമേ ഇറാൻ ഒരു സമാധാന കരാറിന് തയ്യാറാകൂ എന്നതാണ്. പക്ഷേ ഈ ലെബനിലെ ഇസ്രായേൽ ആക്രമണം ഇപ്പോഴും തുടരുന്നത് US-നെ സംബന്ധിച്ച് വലിയൊരു കോടാലി തന്നെയാണ്. ട്രംപ് നിരന്തരം തന്നെ ഈ ലെബനിൽ നടക്കുന്ന ആക്രമണം അവസാനിപ്പിക്കണമെന്ന് ഇസ്രായേലിനോട് ആവശ്യപ്പെട്ടു. അതുപോലെ ഇപ്പോൾ പല റൗണ്ട് ചർച്ചകൾ ഇതിനോടകം തന്നെ US-ൽ വെച്ച് നടന്നിട്ടുള്ളതാണ്. ഈ ലെബനന്റെ ഔദ്യോഗിക സർക്കാർ പ്രതിനിധികളും അതുപോലെ ഇസ്രായേൽ പ്രതിനിധികളും US-ലെത്തി കഴിഞ്ഞ ദിവസവും ചർച്ച നടന്നിരുന്നു. കഴിഞ്ഞ ദിവസത്തെ ചർച്ച അവസാനിച്ചു. ഇനി നാളെയാണ് അടുത്ത ഘട്ട ചർച്ചകൾ നടക്കാനിരിക്കുന്നത്. ഈ ഹിസ്ബുള്ളയും ഒരു പരിധിവരെ ഈ ആക്രമണങ്ങൾ നിർത്തിവെക്കാം എന്ന് സമ്മതിച്ചതാണ്. ഇസ്രായേൽ അങ്ങോട്ട് ആക്രമണം നടത്തിയില്ല എങ്കിൽ തിരിച്ച് ഹിസ്ബുള്ളയും ആക്രമിക്കില്ല എന്നതായിരുന്നു ഹിസ്ബുള്ള നേതാക്കളുടെ ഒരു നിബന്ധന എന്ന് പറയുന്നത്. ട്രംപ് അത്തരമൊരു കാര്യം വരെ ഇതിൽ നേടിയെടുത്തതാണ്. പക്ഷേ ഇസ്രായേൽ ഇപ്പോഴും മേഖലയിൽ ആക്രമണം തുടരുന്നു എന്നതാണ് അമേരിക്കയെ കുഴപ്പിക്കുന്നത്. ഇപ്പോൾ ഇതിൽ നെതന്യാഹുവിനോട് ട്രംപ് നേരിട്ട് സംസാരിച്ചുവെങ്കിലും ഈ ആക്രമണത്തിൽ നിന്ന് ഒട്ടും പിന്നോട്ടില്ല എന്നുള്ളൊരു നിലപാടാണ് നെതന്യാഹു ഇപ്പോഴും സ്വീകരിക്കുന്നതെന്ന് നമുക്ക് കാണാനാകും. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പരാമർശം നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ മൊസാദ് മേധാവിയായിട്ടുള്ള ഡേവിഡ് ബാർണിയയുടെ സംസ്കാര ചടങ്ങിൽ വെച്ചിട്ടുള്ള നെതന്യാഹുവിൻ്റെ പ്രസംഗമാണ് ഇപ്പോൾ വീണ്ടും ചർച്ചയാകുന്നത്. അതിൽ അദ്ദേഹം ഈ ശത്രുക്കൾക്ക് നേരെ വലിയൊരു മുന്നറിയിപ്പുമായിട്ടാണ് രംഗത്തെത്തിയിരിക്കുന്നത്. അദ്ദേഹം ഇറാന്റെ കാര്യമാണ് ഇതിന് ഉദാഹരണമായി എടുത്തു പറയുന്നത്. അതായത് ഈ ഇസ്രായേലിന് നേരെ ആക്രമണം നടത്തുന്ന എല്ലാ ശക്തികളും ഉടൻ തന്നെ പരാജയപ്പെടും. ഇറാന്റെ അവസ്ഥ അത് ലോകം കണ്ടു കഴിഞ്ഞു. ഇറാനിൽ ഉണ്ടായിരുന്ന ഭീകര ഭരണകൂടത്തിന്റെ അടിത്തറ മുഴുവനായി ഇസ്രായേൽ നശിപ്പിച്ചു. പഴയ പ്രതാപത്തിലേക്ക് അവർ ഇനിയും ഒരിക്കലും തിരിച്ചു വരില്ല. അതുപോലെ തന്നെയായിരിക്കും മറ്റ് ശക്തികളുടെയും അവസ്ഥ എന്നാണ് നെതന്യാഹു പറഞ്ഞിട്ടുള്ളത്. ഇത് തീർച്ചയായിട്ടും ഹിസ്ബുള്ളയ്ക്ക് നേരെയുള്ള ഒരു മുന്നറിയിപ്പാണ്. ഇതിലൂടെ ഇനിയും ആക്രമണം തുടരും എന്ന് തന്നെയാണ് ഇസ്രായേൽ വ്യക്തമാക്കുന്നത്. തീർച്ചയായും അതാണ് സാഹചര്യം. ഇതിനിടെ കഴിഞ്ഞ ദിവസമാണ് അമേരിക്കൻ മാധ്യമങ്ങളടക്കമാണ് ഇക്കാര്യങ്ങൾ പുറത്തുവിട്ടത്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനോട് അതിരൂക്ഷമായി പൊട്ടിത്തെറിച്ച് US പ്രസിഡന്റ് ട്രംപ് എന്നുള്ളത്.
സംഘർഷം അവസാനിപ്പിക്കാൻ ഇറാനുമായി നടത്തുന്ന നിർണായക സമാധാന ചർച്ചകളെ പ്രതിസന്ധിയിലാക്കും വിധം ലബനനിൽ ഇസ്രായേൽ സൈനിക നീക്കം ശക്തമാക്കിയതാണ് ട്രംപിനെ വല്ലാതെ രോഷാകുലനാക്കിയത്. ഞാനില്ലായിരുന്നുവെങ്കിൽ നീ ഇപ്പോൾ ജയിലിൽ കിടന്നേനെ, ഞാൻ നിന്റെ ജീവനാണ് സംരക്ഷിക്കുന്നത് എന്നും മറ്റും ട്രംപ് ആക്രോശിച്ചു എന്നും മറ്റുമാണ് ചില റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. ഇസ്രായേലിന്റെ തുടർച്ചയായ ആക്രമണങ്ങൾ കാരണം ലോകം മുഴുവൻ ഇപ്പോൾ നെതന്യാഹുവിനെയും ഇസ്രായേലിനെയും വെറുക്കുകയാണെന്നും ട്രംപ് ഫോൺ സംഭാഷണത്തിനെ പറഞ്ഞു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് അത്യന്തം മോശമായ ഭാഷയിലാണ് നെതന്യാഹുവിനെ ട്രംപ് കടന്നാക്രമിച്ചതെന്ന് പ്രമുഖ വാർത്താ മാധ്യമമായ ആക്സിയോസ് റിപ്പോർട്ട് ചെയ്യുകയാണ്. നെതന്യാഹുവിന് ഒട്ടും നന്ദിയില്ല എന്നും ട്രംപ് കുറ്റപ്പെടുത്തി. നിങ്ങൾക്ക് ഭ്രാന്താണ് എന്ന് ആക്രോശിച്ചു എന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. അതായത് ബെയ്റൂട്ട് ആക്രമിക്കാനുള്ള ഇസ്രായേലിന്റെ നീക്കങ്ങൾക്ക് ട്രംപ് കർശനമായി തടയിട്ടിരിക്കുന്നു. പക്ഷേ അപ്പോഴും ബെയ്റൂട്ടിലേക്കുള്ള തുടർച്ചയായ ആക്രമണങ്ങൾ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് വരുന്നു. തൻ്റെ നിലപാട് അംഗീകരിക്കാത്ത നെതന്യാഹുവിനോട് ഇത്തരത്തിൽ അതിരൂക്ഷമായി ഞാൻ നിങ്ങളുടെ ജീവൻ രക്ഷിക്കുകയാണ്, ഇപ്പോൾ നിങ്ങളെ എല്ലാവരും വെറുക്കുന്നു, ലോകം മുഴുവൻ നിങ്ങളെ വെറുക്കുകയാണ് എന്നും മറ്റും പറഞ്ഞ് ട്രംപിന്റെ ഭീഷണി ഉണ്ടായിരുന്നത്. പക്ഷേ അതിനോട് ഒട്ടും പോസിറ്റീവായല്ല നെതന്യാഹു പ്രതികരിച്ചത് എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ.